ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പിൽ ഓരോ PDF കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യുക. ഡീപ്സ് എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുക, DEEPZ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറാണ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. ഓക്കെ, സോ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം, ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരുവിധം എല്ലാ എക്സാംസിനും, അതായത് PSC അല്ലെങ്കിൽ ഒരുവിധം എല്ലാ ഗവൺമെൻറ് എക്സാംസിനും വരുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. ഓക്കെ, അതായത് ഇപ്പോൾ RRB NTPC ആണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് എക്സാംസിനും ഇംഗ്ലീഷ് ഗ്രാമർ വരുന്ന എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾസ്, ബാങ്ക് എക്സാമിന് മാത്രമല്ല. സോ എന്താണ് ആർട്ടിക്കിൾസ്? എപ്പോഴും നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് ഒരു നൗണിന് മുന്നാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഇംഗ്ലീഷിലെ 3 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എ, ആൻ, ദ. ഈ 3 നമ്മുടെ 3 ആർട്ടിക്കിൾസ്. സോ എ, ആൻ, ദ ആണ് 3 ആർട്ടിക്കിൾസ്. ഓക്കെ, സോ ഇതിൽ എ, ആൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ദാനെ നമ്മൾ എന്താ പറയുക, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പറയുക. അപ്പോൾ എ, ആനെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ദാനെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ദാനെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയാനുള്ള കാരണം എന്താണ്, എങ്ങനെയാണ് അതിന് ആ നെയിം വന്നത്? നമുക്ക് അതിലേക്കുള്ള എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സ്റ്റോറി പോലെ ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റോറി പോലെ ജസ്റ്റ് പറയാണ്, I saw a person yesterday. The person was sitting under a tree. The tree was very tall. The person stood up when he saw a cat. The cat jumped on a wall. അപ്പോൾ ഇതിൽ എ പേഴ്സൺ എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ദ പേഴ്സൺ എന്നും പറയുന്നുണ്ട്. ചില സെൻറ്റൻസിൽ ദ ട്രീ എന്ന് പറയുന്നുണ്ട്, ചില സെൻറ്റൻസിൽ എ ട്രീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ്? നമുക്ക് ഓരോ സെൻറ്റൻസ് വൈസ് നോക്കാം. ഓക്കെ, സോ I saw a person yesterday. അപ്പോൾ അതിനകത്ത് പറയാണ്, ഞാൻ ഇന്നലെ ഒരാളെ ഞാൻ കണ്ടു. I saw a person yesterday. അത് ഏതാളാണ്, ഏത് പേഴ്സൺ ആണ്, ആളുടെ പേരെന്താണ്, ആൾ എവിടെയുള്ള ആളാണെന്നൊന്നും ഇതിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ആൾ ജസ്റ്റ് ഒരു പേഴ്സൺ yesterday എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. I saw a person yesterday. അത് ഏത് പേഴ്സൺ ആണ്, എവിടുത്തെ ആളാണ് ഒന്നും പറയുന്നില്ല, അതായത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എ പേഴ്സൺ എന്ന് പറയുന്നത്. സോ എ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, അത് ഏതാളാണെന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയുന്നില്ല, ഒരു പെർട്ടിക്കുലർ പേഴ്സണിനെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ സൂചിപ്പിച്ചിട്ടില്ല. സോ I saw a person, ഞാൻ ഒരാളെ കണ്ടു എന്ന് മാത്രം, ഞാൻ ഒരാളെ ഇന്നലെ കണ്ടു എന്ന് മാത്രമാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. പക്ഷെ നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് ദ പേഴ്സൺ വാസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. ഇതിനകത്ത് എന്താ പറയുന്നത്, ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ള ഒരാൾ അല്ലേ, ആ ആൾ എന്ത് ചെയ്യായിരുന്നു, ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുകയായിരുന്നു. സോ ദ പേഴ്സൺ വാസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ പേഴ്സണിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താ പറയുന്നത്, ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ആളാണ്, ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ള ആ ആൾ. സോ ദ പേഴ്സൺ വാസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ എന്ന് പറഞ്ഞാൽ ആ ആൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ പേഴ്സണിനെ കുറിച്ചാണ് ഈ സെക്കൻഡ് സെൻറ്റൻസിൽ പറയുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, ഒരു കോമൺ ആയിട്ട് പറയാണ് I saw a person yesterday അല്ലേ. ജനറൽ ആയിട്ട് പറഞ്ഞു, ഇന്നലെ ഒരാളെ കണ്ടു, ഏത് പേഴ്സൺ അറിയില്ല. അതുകൊണ്ടാണ് എ പേഴ്സണിനെ നമ്മൾ എന്ത് പറയുന്നത്, ആനൊക്കെ എന്താണെന്ന് പറയുന്നത്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയാൻ കാരണം. ഓക്കെ, ബിക്കോസ് ഡെഫിനിറ്റ് ആയിട്ട് പറയുന്നില്ല. മറ്റേതാണെങ്കിൽ എന്താണ്, ദ എന്ന് പറയുമ്പം ദ പേഴ്സൺ വാസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ എന്ന് പറയുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. സോ ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്, കാരണം സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ, ഏത് പേഴ്സൺ എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ അല്ലെങ്കിൽ ആൻ എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് 2 ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണ്, ദ പേഴ്സൺ വാസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. കണ്ടോ, ആ പേഴ്സൺ ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുകയാണ്. അത് ഏത് ട്രീ ആണ്, ബാനിയൻ ട്രീ ആണോ, കോക്കനട്ട് ട്രീ ആണോ, ഒന്നും അവിടെ എന്ത് ചെയ്തില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുകയാണ്. ദ പേഴ്സൺ വാസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. പിന്നെ അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് ദ ട്രീ വാസ് വെരി ടോൾ. അപ്പം ആ ആൾ ഇരിക്കുന്ന ഒരു മരം ഉണ്ടല്ലോ, ആ മരം എന്താണ്, ഭയങ്കര ഹൈറ്റ് ഉള്ളതാണ്, ഭയങ്കര ടോളാണ്, ഒരു വലിയ മരമാണ്. അപ്പം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മരത്തിന്
ഇത് ഏത് മരം എന്ന് ഇവിടെ എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ദ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദാനെ നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ദ പേഴ്സൺ സ്റ്റുഡ് അപ്പ്. ഇനി നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല, എ പേഴ്സൺ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ആ പേഴ്സണിനെ കുറിച്ച് നമ്മളിവിടെ എന്താണ് അറിയാത്ത ഒരാളെ കുറിച്ച് കണ്ടു. ഐ സോ എ പേഴ്സൺ യെസ്റ്റർഡേ എന്ന് എ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. പിന്നെ ആ പേഴ്സണിനെ കുറിച്ച് എടുത്തെടുത്ത് പറയുമ്പോൾ ഫുൾ എന്ത് ചെയ്താൽ മതി, ദ പേഴ്സൺ, ആ ആർട്ടിക്കിൾ ദ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഐ സോ എ പേഴ്സൺ യെസ്റ്റർഡേ, പിന്നെ ആ പറഞ്ഞിട്ടുള്ള ആളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ, നമ്മൾ ആ ആളെക്കുറിച്ചാണ് ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം ദ പേഴ്സൺ സ്റ്റുഡ് അപ്പ് വെൻ ഹി സോ എ ക്യാറ്റ്. അത് ഏത് ക്യാറ്റാണെന്ന് അറിയില്ല, ഐ സോ എ ക്യാറ്റ്. പിന്നെ ദ ക്യാറ്റ് ജംപ്ഡ് ഓൺ എ വാൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിളും. അപ്പോൾ ഇതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ്, എ അതേപോലെ ആൻ. ഇത് രണ്ടും എന്താണ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. പക്ഷേ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഏതാണ്, ദ. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ആർട്ടിക്കിൾസ്, എ, ആൻ ആൻഡ് ദ. ഓക്കെ, സോ നമ്മൾക്ക് സ്പെസിഫൈ ചെയ്യുന്നില്ല ഒരാൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ, അതായത് ഐ സോ എ പേഴ്സൺ, അത് എന്ത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, she wore a hat. She wore, so this is an example, she wore a hat. Wore means wearന്റെ past tense ആണ് അല്ലേ. അപ്പോൾ അവളൊരു ഹാറ്റ് ധരിച്ചു എന്നാണ്. ഷീ വോർ എ ഹാറ്റ്. അപ്പോൾ ഇവിടെ എ ഹാറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല വാട്ട് കൈൻഡ് ഓഫ് ഹാറ്റ്, ആ ഹാറ്റിൻ്റെ കളർ എന്താണ്, അത് എവിടുത്തെ ഹാറ്റാണ്, ആര് കൊടുത്ത ഹാറ്റാണ്, ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അവളൊരു ഹാറ്റ് ധരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഷീ വോർ എ ഹാറ്റ്. അതുകൊണ്ടാണ്, അപ്പോൾ ഇതാണ് എന്ത്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ അല്ലെങ്കിൽ ആൻഡ് യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ഐ എയ്റ്റ് ആൻ ആപ്പിൾ. അപ്പോൾ ആനും എന്താണ്, ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അപ്പോൾ ഏത് ആപ്പിൾ എന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇതേ സെൻറ്റൻസ് ഷീ വോർ എ ഹാറ്റ് നമ്മൾ ദ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഷീ വോർ ദ ഹാറ്റ് ആണ്. ഷീ വോർ ദ ഹാറ്റ്. അപ്പോൾ ഷീ വോർ ദ ഹാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഹാറ്റ് അല്ലേ, ആ ഹാറ്റ് അവൾ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ഹാറ്റാണെന്ന്, അത് നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന ഹാറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്താ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഹാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഹാറ്റ്. അപ്പോൾ എന്തോ അതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഷീ വോർ ദ ഹാറ്റ്, അവൾ ആ ഹാറ്റ് ധരിച്ചിട്ടുണ്ട്. സോ അതാണ് ഡിഫറൻസ്. ഷീ വോർ എ ഹാറ്റ് മീൻസ് അവളൊരു ഹാറ്റ് ധരിച്ചിട്ടുണ്ട്, ആ ഹാറ്റിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, അങ്ങനത്തെ രീതിയിലാണ് ഷീ വോർ എ ഹാറ്റ്. അതായത് ഇൻഡെഫിനിറ്റ് ആണ്. ഓക്കെ, സ്പെസിഫൈ ചെയ്യുന്നില്ല ആ ഹാറ്റിനെ കുറിച്ച്. പക്ഷേ ഇവിടെ എന്താണ്, ഷീ വോർ ദ ഹാറ്റ് എന്നാണ്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് എക്സാമ്പിൾ പറയാം. I saw a car yesterday. I saw a car yesterday. I saw a car yesterday. എത്ര കാർസ് ഉണ്ടാവാം അല്ലേ, ഹൺഡ്രഡ്സ് ഓഫ് കാർ, അല്ലെങ്കിൽ എത്ര കാർസ് വേണമെങ്കിൽ ഒരു റോഡിലുണ്ടാവാം. പക്ഷേ ഐ സോ എ കാർ യെസ്റ്റർഡേ. അപ്പോൾ ഏത് കാറാണ് കണ്ടതെന്ന് എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. റെഡ് കളർ കാറാവാം, യെല്ലോ കളർ കാറാവാം, വേറെ ഏതൊക്കെ കമ്പനീസിലെ കാറാണ്, അപ്പോൾ ഒന്നും ഇതിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഐ സോ എ കാർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ഒരു കാർ കണ്ടു, അത്ര മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അത് ഡെഫിനറ്റ് ആയിട്ട് വരുമ്പോൾ എന്താ വരിക, ഡെഫിനറ്റ് ആർട്ടിക്കിളിലാവുമ്പം, ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ സോ ദ കാർ, ഒന്നെങ്കിൽ നമുക്ക് പറയാം ഐ സോ ദ കാർ യെസ്റ്റർഡേ. ഓക്കെ, ഐ സോ ദ കാർ യെസ്റ്റർഡേ, നമ്മൾ അന്ന് വാങ്ങിയിട്ടുള്ള ആ കാർ, അല്ലെങ്കിൽ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത ആ ഒരു കാർ, ആ ഒരു കാർ അല്ലെ, ഐ സോ ദ കാർ. അതെന്തോ ആവട്ടെ, എന്താണ് അവർ സ്പെസിഫൈ ചെയ്തതെന്ന് നമുക്കറിയില്ല, പക്ഷേ ഐ സോ ദ കാർ യെസ്റ്റർഡേ. ഓക്കെ, അല്ലെങ്കിൽ ഐ സോ ദ റെഡ് കാർ യെസ്റ്റർഡേ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പം എ ആൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. പക്ഷെ ദ എന്ന് പറയുന്നത് എന്താണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. പിന്നെ നമ്മൾ ഈ എ ആൻ യൂസ് ചെയ്യുന്നത് എ ബുക്ക്, ആൻ ആപ്പിൾ. ഓക്കെ, സോ ഇതെന്താണ്, എ ബുക്ക് ആൻ ആപ്പിൾ.
ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ എ ബുക്സ് എന്ന് പറയോ, എ ബുക്സ്, ഇതെന്താണ്, ഗ്രാമാറ്റിക്കലി റോങ് ആണ്. അതായത് എപ്പോഴും സിംഗുലർ നൗണിൽ മാത്രമാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിംഗുലർ നൗൺ. അപ്പോൾ അതും എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സിംഗുലർ നൗൺ, സിംഗുലർ നൗണിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, എ, ആൻ എന്ന് പറയുന്ന ഈ രണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഓക്കെ, ഈ രണ്ട് ആർട്ടിക്കിൾസും യൂസ് ചെയ്യുന്നത് സിംഗുലർ നൗണിൻ്റെ മുൻപിൽ മാത്രമാണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആൻ ആപ്പിൾസ് അല്ലെങ്കിൽ എ ബുക്സ് എന്ന് പറയോ, ഇല്ല. അതായത് എ ബുക്ക്, ആൻ ഓറഞ്ച് അല്ലേ. അപ്പം ഒന്നിൽ കൂടുതൽ ബുക്സ് ഉണ്ടെങ്കിൽ ബുക്സ് എന്നാണ് പറയുക. പക്ഷെ എ ബുക്സ് എന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല, പറയില്ല. ആൻ ഓറഞ്ചസ് എന്ന് ഒരിക്കലും പറയില്ല. ഓക്കെ, സോ എ ബുക്ക്, ആൻ ഓറഞ്ച്, എപ്പോഴും സിംഗുലർ നൗണിൻ്റെ കൂടെ മാത്രമാണ് എന്ത് ചെയ്യും, സിംഗുലർ നൗണിൻ്റെ മുൻപിൽ മാത്രമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ അതേപോലെ ആൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ദായുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ദ ബുക്സ് എന്ന് പറയും, ദ ബുക്സ് എന്ന് പറയും. അതേപോലെ തന്നെ ദ ഓറഞ്ചസ് എന്ന് പറയും അല്ലേ. അതേപോലെ ദ ബുക്ക് എന്നും പറയും. ഓക്കെ, സോ നമ്മൾ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദ ക്യാറ്റ്, ദ ട്രീ. അപ്പോൾ എന്താണ്, സിംഗുലറിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലൂറലിലും യൂസ് ചെയ്യുന്നുണ്ട്. ദ ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, സിംഗുലർ നൗൺ ആണ്. അപ്പോൾ ഇതെന്താണ്, ദ ബുക്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ നൗൺ ആണ്. അപ്പോൾ പ്ലൂറലിൻ്റെ കൂടിയും യൂസ് ചെയ്യും, നമ്മൾ സിംഗുലറിൻ്റെ കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, ദ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം സ്പെസിഫൈ ചെയ്ത് പറയുമ്പം ദ ബുക്സ് എന്ന് പറയും. അതേപോലെ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് ദ ബുക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞു സിംഗുലർ നൗൺ അല്ലേ, സിംഗുലർ നൗണിൻ്റെ മുൻപാണ് യൂസ് ചെയ്യുക. പക്ഷേ ഈ സിംഗുലർ നൗണ് എപ്പോഴും എന്തായിരിക്കണം, കോൺസണൻ്റ് ആയിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും കോൺസണൻ്റ് ആയിരിക്കണം. അതായത് എ ബുക്ക്, എ ആപ്പിൾ എന്ന് പറയോ, എ ആപ്പിൾ എന്ന് പറയോ, ഇല്ല, അത് റോങ് ആണ്. എ ബുക്ക് എന്ന് പറയും. അതേപോലെ എ കാർ അല്ലേ, ഇതും എന്താണ്, കോൺസണൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ കോൺസണൻറ്റും വവൽസും, എ, ഇ, ഐ, ഒ, യു. ഇത് 5 എണ്ണമാണ് എന്ത്, നമ്മുടെ ഇംഗ്ലീഷിലെ വവൽസ്, എ, ഇ, ഐ, ഒ, യു. ഇത് ഒഴികെയുള്ള ബാക്കി എല്ലാ ആൽഫബറ്റ്സും എന്താണ്, കോൺസണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നത് എപ്പോഴും കോൺസണൻസിന് മുൻപാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആൻ യൂസ് ചെയ്യുന്നത്, ഇതാണ് നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ആൻ യൂസ് ചെയ്യുന്നത് എന്താ, ഞാൻ പറഞ്ഞു സിംഗുലർ നൗൺ അല്ലേ, ആൻ ആപ്പിൾ സിംഗുലർ നൗണിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷെ എന്താണ്, വൗവൽ അല്ലേ, നമുക്കിതറിയാം ഇതൊരു വൗവലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു വൗവലിൻ്റെ ഫ്രണ്ടിലല്ല ആൻ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വൗവൽ സൗണ്ടാണ്. ഓക്കെ, വൗവൽ സൗണ്ടിൻ്റെ മുൻപാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആൻ യൂസ് ചെയ്യുന്നത്. ആൻ ആപ്പിൾ. ഓക്കെ, ആ എന്ന് പറയുന്നത് എന്താണ്, ആൻ ആപ്പിൾ. ആപ്പിളിൻ്റെ ആ എന്ന് പറയുന്നത് വൗവൽ സൗണ്ടാണ് അല്ലേ. നമ്മൾക്ക് ഏതൊക്കെയാണ് വൗവൽസ്, എ, ഇ, ഐ, ഒ, യു. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. യുണീക്ക് എന്ന് പറഞ്ഞ വേർഡ്. ഓക്കെ, യുണീക്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ മുൻപിൽ എ ആണോ ആൻ ആണോ വരിക, എ ആണോ ആൻ ആണോ വരിക, യുണീക്ക് ആണോ ആൻ യുണീക്ക് ആണോ വരിക?
ഇത് പലർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം യു എന്ന് പറയുന്നത് വവ്വലാണ്. സോ അതിന് മുമ്പ് ആൻ യുണീക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, മിക്കവാറും തെറ്റി എഴുതും. പക്ഷെ അതെന്താണ്, റോങ് ആണ്. ഓക്കെ, ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആൻ അല്ല യൂസ് ചെയ്യുക, യുണീക്ക് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, കാരണം എന്താണ്, യുണീക്ക് എന്ന് പറയുമ്പം ഇതിൻ്റെ സൗണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. സൗണ്ട്. ഓക്കെ, സൗണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. യുണീക്ക് എന്ന് പറയുമ്പോൾ യു എന്നുള്ള ആ ഒരു സൗണ്ടാണ് അല്ലേ. അത് എന്തിൻ്റെ സൗണ്ടാണ്, യു യു അല്ലേ. അതായത് യാ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സൗണ്ട് നമ്മുടെ ഏത് ആൽഫബറ്റിൻ്റെ ഫോണിക് സൗണ്ടാണ് അത്. ഒരിക്കലും യുവിൻ്റെ സൗണ്ട് അല്ല. യുവിൻ്റെ സൗണ്ട് ആണെങ്കിൽ നമുക്ക് പറയാം അത് വവൽ സൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻ യുണീക്ക് എന്ന് കൊടുക്കാം. യുവിൻ്റെ സൗണ്ട് എന്താണ്, എന്നാണ് അല്ലേ. അംബ്രേല എന്നാണ് യുവിൻ്റെ സൗണ്ട്. ഓക്കെ, സോ യുണീക്കിൻ്റെ സൗണ്ട് വരുന്നത് എന്തിൻ്റെയാണ്, വൈൻ്റെ സൗണ്ടാണ്. വൈയുടെ ഫോണിക് സൗണ്ടാണ് യു, യ അല്ലേ. സോ യു ഇപ്പോൾ വൈ ഒ യു എന്ന് പറയുമ്പം യു അല്ലേ. അപ്പം യ എന്ന് പറയുന്നൊരു സൗണ്ട് എന്തിൻ്റെയാണ്, വൈ എന്ന് പറഞ്ഞ ആൽഫബറ്റിൻ്റെ ഫോണിക് സൗണ്ടാണ്. സോ വൈ എന്ന് പറയുന്നത് എന്താണ്, കോൺസനൻ്റ് ആണ് അല്ലേ. വൈ എന്ന് പറയുന്നത് കോൺസനൻ്റ് ആണ്. ഇനി ഫോർ എക്സാമ്പിൾ യു എന്ന് പറയുന്നത് എന്താണ്, യു. പിന്നെന്താണ്, യെല്ലോ ഇതൊക്കെ എന്താണ്, യ എന്നുള്ളൊരു സൗണ്ട് അല്ലേ. യെല്ലോ, യു. പിന്നെന്താ, യാൺ. അപ്പം യ എന്നുള്ളൊരു സൗണ്ട് എന്തിൻ്റെയാണ്, വൈൻ്റെ വൈ എന്ന് പറയുന്ന കോൺസനൻറ്റിൻ്റെ ഫോണിക് സൗണ്ടാണ്. ഇനിയിപ്പോൾ അപ്പം എന്താണ് ഇവിടെ യുണീക്ക് എന്ന് പറയുമ്പം അതൊരിക്കലും യുവിൻ്റെ ഫോണിക് സൗണ്ട് അല്ല. യുവിൻ്റെ ഫോണിക് സൗണ്ട് എന്താ വരിക, യുടെ ഫോണിക് സൗണ്ട് എന്താ, യു ഫോർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അംബ്രേല. യു ഫോർ അംബ്രേല എന്ന് നമ്മൾ അല്ലേ LKGയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യു ഫോർ അംബ്രേല എന്ന് പറയുമ്പം എന്നാണ് അതിൻ്റെ ഫോണിക് സൗണ്ട് വരുന്നത് അല്ലേ. യു ഫോർ അംബ്രേല അല്ലേ. സോ അംബ്രേലയുടെ ഫോണിക് സൗണ്ട് ആണ്. സോ ഒരിക്കലും ഇതെന്തല്ല, വവൽ സൗണ്ട് അല്ല. അപ്പോൾ വവൽ സൗണ്ട് അല്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ എന്ത് വരില്ല, ആൻ വരില്ല, യുണീക്ക് എന്നാണ് വരിക. ഓക്കെ, കോൺസനൻ്റ് സൗണ്ടാണ് യുണീക്ക് എന്ന് പറയുന്ന വേർഡിൽ കോൺസനൻ്റ് ആയ വൈൻ്റെ സൗണ്ടാണ് വരുന്നത്. സോ അവിടെ യുണീക്ക് എന്നാണ് റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ പറയാം. യൂറോപ്യൻ. അപ്പോൾ അവിടെ യൂറോപ്യൻ ആണോ ആൻ യൂറോപ്യൻ ആണോ യൂസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ എന്താണ്, ഇ ആണ്. ഇ എന്ന് പറയുന്നത് വവലാണ്. പക്ഷേ അത് പറഞ്ഞ് നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആൻ യൂറോപ്യൻ എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, ബിക്കോസ് എന്താണ്, നമ്മൾ വവലാണോ എന്നല്ല നോക്കേണ്ടത്, വവൽ സൗണ്ട് ആണോ, ആ ഫോണിക് സൗണ്ട് വവൽ സൗണ്ട് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ യൂറോപ്യൻ എന്ന് പറയുമ്പം അവിടെ വന്നിരിക്കുന്ന സൗണ്ട് എന്താണ്, യ അല്ലേ. മലയാളത്തിലെ യ അല്ലെങ്കിൽ എന്താണ്, വൈ എന്ന ലെറ്റർ, വൈ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഫോണിക് സൗണ്ടാണ് യൂറോപ്യൻ എന്ന് പറയുമ്പോൾ. ആ വൈൻ്റെ ഫോണിക് സൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇയുടെ ഫോണിക് സൗണ്ട് എന്താണ്, ഇ ഫോർ നമ്മൾക്കറിയാം എലഫൻറ്റ് അല്ലെങ്കിൽ എഗ് അല്ലേ. ഇ ഫോർ എഗ്, എ എന്നാണ് വരുന്നത് അല്ലേ. ഇ ഫോർ എഗ് അല്ലെങ്കിൽ ഇ ഫോർ എലഫൻറ്റ് എന്ന് പറയുമ്പോൾ ഇയുടെ ഫോണിക് സൗണ്ട് എന്താണ്, എ ആണ്. അപ്പം ഇ എന്ന് പറയുന്ന വവലിൻ്റെ ഫോണിക് സൗണ്ട് എ ആണ്. അപ്പം എ വരികയാണെങ്കിൽ ഓക്കെ ആൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താ വരുന്നത്, യൂറോപ്യൻ ആണ്. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ വൈ എന്ന് പറയുന്ന കോൺസനൻറ്റ്, വൈ എന്ന് പറയുന്ന കോൺസനൻറ്റിൻ്റെ ഫോണിക് സൗണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ആൻ യൂറോപ്യൻ എന്ന് പറയില്ല, യൂറോപ്യൻ എന്നാണ് പറയുക. ഓക്കെ, യൂറോപ്യൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ ഓക്കെ സോ ഇതെല്ലാം എന്താണ്, സ്റ്റാർട്ടിംഗ് ലെറ്റർ കോൺസനൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ്, ഓണസ്റ്റ്, ഓണറബിൾ. അപ്പോൾ ഇതെന്താണ്, റോങ് ആണ്. കാരണം ഇവിടെ എച്ച്, ഓക്കെ എച്ച് എന്ന് പറയുന്നത് കോൺസനൻ്റ് ആണ്. പക്ഷേ ഇവിടെ എച്ച് എന്താണ്, സൈലൻ്റ് ആണ്. ഇവിടെ എച്ച് സൈലൻ്റ് ആണ്. ഈ രണ്ട് ഓണറബിളിലാണെങ്കിലും ഓണസ്റ്റിലാണെങ്കിലും എച്ച് സൈലൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, ഓണറബിൾ, ഓ. അപ്പോൾ ഒ എന്ന് പറയുന്നത് എന്താണ്, AEIO യുവിൻ്റെ, അതായത് വവൽ സൗണ്ട് ആണ് അല്ലേ. വവൽ സൗണ്ട് ആണ്. കാരണം AEIO U അതിലെ ഓൻ്റെ സൗണ്ടാണ് ഓ. സോ ഓണറബിൾ ആണ്, അല്ലാതെ ഹോണറബിൾ അല്ല.
ഓക്കെ, ഇപ്പം നമ്മൾ എച്ചിൻ്റെ സൗണ്ട് വവൽ സൗണ്ട് എന്നാ ഹാറ്റ്, ഹ, ഹ എന്നാണ് എച്ചിൻ്റെ ഫോണിക് സൗണ്ട്, ഹ, ഹാറ്റ്, എച്ച് ഫോർ ഹാറ്റ്, ഹ. പക്ഷെ ഇവിടെ ഒരിക്കലും എന്തല്ല, ഹോണറബിളും ഹോണസ്റ്റും അല്ല. ഇവിടെ എച്ച് ഇസ് സൈലൻറ്റ്. ഇവിടെ എച്ച് എന്താണ്, സൈലൻ്റ് ആണ്. ഓണറബിളും ഓണസ്റ്റും ആണ്. സോ ഇവിടെ എന്ത് സൗണ്ടാണ്, വവൽ സൗണ്ടാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ആൻ ഓണസ്റ്റ്, an honest and honorable. ഓക്കെ ഓക്കെ. അതേപോലെ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിനെ എങ്ങനെയാ പറയാ, എ യൂണിവേഴ്സിറ്റി ആണോ ആൻ യൂണിവേഴ്സിറ്റി ആണോ? യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യാ എന്നുള്ള സൗണ്ടാണ്. യാ എന്ന് പറയുന്നത് എന്തിൻ്റെ സൗണ്ടാണ്, വൈൻ്റെ ഫോണിക് സൗണ്ടാണ്. വൈ ഈസ് എ കോൺസനൻറ്റ്. അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി ഈസ് ദി റൈറ്റ് ആൻസർ. എ യൂണിവേഴ്സിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് ഇനി കുറച്ചും കൂടി കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി എക്സാമ്പിൾസ് പറയാം. പ്ലീസ് ഗിവ് മീ, പ്ലീസ് ഗിവ് മീ എ ബുക്ക്, പ്ലീസ് ഗിവ് മീ എ ബുക്ക്. ഇതിൽ ഏത് ബുക്ക് എന്ന് എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഒരു ബുക്ക് എനിക്ക് ജസ്റ്റ് പ്ലീസ് ഗിവ് മീ ഒരു ബുക്ക് തരൂ എന്നാണ് അല്ലേ, ഒരു ബുക്ക് തരൂ. ഏത് ബുക്കെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പ്ലീസ് ഗിവ് മീ എ ബുക്ക് എന്ന് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ പ്ലീസ് ഗിവ് മീ ദ ബുക്ക്. ഇതിൻ്റെ മീനിങ് എന്താ, പ്ലീസ് ഗിവ് മീ ദ ബുക്ക്, ആ ബുക്ക് ഒന്ന് എനിക്ക് തരൂ. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് ചോദിക്കുകയാണ് പ്ലീസ് ഗിവ് മീ എ ബുക്ക് എന്ന് പറഞ്ഞാൽ ആ ഷോപ്പ് കീപ്പർ എന്താ ചെയ്യുക, ഏത് ബുക്കെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തില്ലേ. എനിക്കൊരു ബുക്ക് തരൂ എന്ന് പറഞ്ഞാൽ ഏത് ബുക്സും അല്ലേ, ഏത് നോട്ട്ബുക്ക് വേണമെങ്കിലും മാത്സിൻ്റെ ആവാം, ഏത് അല്ലെങ്കിൽ എത്ര പേജിലുള്ള ബുക്സ് വേണമെങ്കിലും തരാം. പക്ഷെ പ്ലീസ് ഗിവ് മീ ദ ബുക്ക്, അപ്പോൾ നമ്മൾ ഏതോ ബുക്കിനെ കുറിച്ച് സംസാരിച്ചു, അപ്പോൾ ആ ബുക്ക് ഒന്ന് എനിക്ക് തരൂ എന്നാണ് പ്ലീസ് ഗിവ് മീ ദ ബുക്ക് എന്ന് മീനിങ്. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്ലീസ് ഗിവ് മീ പ്ലൂറലിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരുപാട് ബുക്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മീ ദ ബുക്സ്, പ്ലീസ് ഗിവ് മീ ദ ബുക്സ്. ഓക്കെ, ആ ബുക്കുകൾ ഒന്ന് എനിക്ക് തരൂ. ഇനി ഏത് ബുക്കെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല, പക്ഷെ എന്താണ്, പ്ലൂറലിൽ പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ അല്ല യൂസ് ചെയ്യുന്നത്. പ്ലീസ് ഗിവ് മീ സം ബുക്സ്, പ്ലീസ് ഗിവ് മീ സം ബുക്സ്. അതായത് പ്ലീസ് ഗിവ് മീ എ ബുക്ക് അല്ലേ, പ്ലീസ് ഗിവ് മീ എ ബുക്കിനെ നമ്മൾ പ്ലൂറലാക്കി പറയുകയാണ്. ഓക്കെ, ഒരു ബുക്ക് എനിക്ക് തരൂ എന്നുള്ളത്, അതായത് സ്പെസിഫൈ ചെയ്യുന്നില്ല, എനിക്ക് ഏത് ബുക്കാണെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒരു ബുക്ക് തരൂ എന്ന് പറയുകയാണ്, പ്ലീസ് ഗിവ് മീ എ ബുക്ക്. അതിനെ പ്ലൂറലാക്കി പറയുമ്പോൾ പ്ലീസ് ഗിവ് മീ സം ബുക്സ് ആണ്. അതിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല, സം ഇസ് നോട്ട് എ ആർട്ടിക്കിൾ. ഓക്കെ, പ്ലീസ് ഗിവ് മീ സം ബുക്സ് അല്ല, ആ കുറച്ച് ബുക്കുകൾ എനിക്ക് തരൂ, അത് ഏത് ബുക്കാണെന്നൊന്നും അറിയില്ല, പ്ലീസ് ഗിവ് മീ സം ബുക്സ്. ഇത് ആർട്ടിക്കിൾ അല്ല, പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് പ്ലീസ് ഗിവ് മീ ദ ബുക്ക്, എനിക്ക് ആ ബുക്ക് ഒന്ന് എനിക്ക് തരൂ. അതിനെ പ്ലൂറലാക്കി പറയുന്നത് എങ്ങനെയാണ്, പ്ലീസ് ഗിവ് മീ ദ ബുക്സ്, ആ ബുക്കുകൾ എനിക്കൊന്ന് തരൂ. ഓക്കെ, ഇനി നമ്മൾ ഞാൻ പറഞ്ഞു ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എപ്പോഴും എന്താണ്, സിംഗുലറിൻ്റെ മുൻപ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ദ ബുക്കിൻ്റെ മുമ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലൂറലായിട്ടുള്ള ദ ബുക്സിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നൗൺ മീൻസ് കൗണ്ടബിൾ നൗൺസും ഉണ്ട് അൺകൗണ്ടബിൾ നൗൺസും ഉണ്ട്. നൗൺ കൗണ്ടബിൾ നൗൺസും ഉണ്ട് അൺകൗണ്ടബിൾ നൗൺസും ഉണ്ട് അല്ലേ. കൗണ്ടബിൾ നൗൺസ് കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് നൗണാണ്, കൗണ്ടബിൾ, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസ്. ഫോർ എക്സാമ്പിൾ ബുക്ക്, ഓറഞ്ച്, ഇതൊക്കെ എന്താണ്, കൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പോൾ ബുക്കിന് അതിനെന്തുണ്ടാവും, സിംഗുലർ ഫോമും ഉണ്ടാവും
പ്ലൂറൽ ഫോം ഉണ്ടാവും. അതാണ് കൗണ്ടബിൾ നൗൺസ്. സോ ബുക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഓറഞ്ച് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ബുക്സ് ആണ്, എസ് ഫോം അല്ലേ? ബുക്സ് ആണ് പ്ലൂറൽ ഫോം. സോ ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞാൽ ഓറഞ്ചസ് ആണ്, ഓറഞ്ചസ്. സോ ദിസ് ഇസ് ദ പ്ലൂറൽ ഫോം. അപ്പോൾ ഇങ്ങനെയുള്ള ടേംസിനെയാണ്, ഇങ്ങനെയുള്ള നൗൺസിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഒരു കൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾ പറയൂ. നമ്മുടെ സാധാരണ ഇപ്പം എന്താ പറയുക, ബുക്ക്, ഓറഞ്ച്, പെൻ, പെൻസിൽ അല്ലേ, അതിനൊക്കെ എന്തുണ്ട്? പ്ലൂറൽ ഫോം ഉണ്ട്. പെൻസിൽസ്, പെൻസ് അല്ലേ? അപ്പോൾ അതിനൊക്കെ പ്ലൂറൽ ഫോം ഉണ്ട്. അതാണ് കൗണ്ടബിൾ നൗൺസ്. അപ്പോൾ കൗണ്ടബിൾ നൗൺസിന് മുമ്പ് നമ്മൾ എന്താണ് എ യൂസ് ചെയ്യുന്നത് പറഞ്ഞു, ആൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞു, ദ യൂസ് ചെയ്യുന്നത്. ഇത് 3 യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എ ബുക്ക് എന്ന് പറയാം, ആൻ ഓറഞ്ച് എന്ന് പറയാം, അതേപോലെ ദ ബുക്ക് എന്ന് പറയാം, ദ ബുക്സ് എന്നും എന്ത് ചെയ്യാം പറയാൻ പറ്റും. പക്ഷെ നമുക്കിനി നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് അൺകൗണ്ടബിൾ നൗൺസിനെ കുറിച്ചാണ്. അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾ വാട്ടർ, ഫുഡ്, ഫ്യൂവൽ, എയർ, റൈസ്. ഇതൊക്കെയാണ് എന്ത്? അൺകൗണ്ടബിൾ നൗൺസിൻ്റെ. നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് പറയുമ്പോൾ ഞാൻ അൺകൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇതിന് സിംഗുലർ ഫോം മാത്രമേ ഉണ്ടാവും. ഇതിന് ഒരിക്കലും എന്തുണ്ടാവില്ല? പ്ലൂരൽ ഫോം ഉണ്ടാവില്ല. ഓക്കെ, പ്ലൂരൽ ഫോം ഒരിക്കലും ഉണ്ടാവില്ല, ഓൺലി സിംഗുലർ ഫോം. ഓക്കെ, അപ്പോൾ പ്ലൂരൽ ഫോം എന്ന് പറയാം എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല. അതായത് വെള്ളം, വാട്ടർ, വെള്ളങ്ങൾ എന്ന് പറയുമോ നമ്മൾ മലയാളത്തിൽ? ഇല്ല. വെള്ളത്തിന് വാട്ടേഴ്സ് എന്ന് പറയുമോ നമ്മൾ ഇംഗ്ലീഷിൽ? ഇല്ല. വാട്ടറിന് വാട്ടർ തന്നെയാണ് അല്ലേ? വാട്ടേഴ്സ് എന്ന് പറയുമോ? വാട്ടേഴ്സ് ഇല്ല. സോ എയേഴ്സ് എന്ന് പറയുമോ? ഇല്ല. സോ ഇതെന്താണ്? അൺകൗണ്ടബിൾ നൗൺസ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ. ഓക്കെ, സോ വാട്ടറിന് നമ്മൾ വാട്ടർ തന്നെയാണ് പറയുക. ഫുഡിന് ഫുഡ്, ഫ്യൂവൽ ഫ്യൂവൽ, എയർ, റൈസ് അല്ലേ, അരി എന്നാണ് പറയുക. 5 കിലോ, ഇപ്പോൾ അത് എത്ര അരിയാണെങ്കിലും എത്ര റൈസ് ആണെങ്കിലും 5 കിലോ അരികൾ എന്ന് പറയില്ല, 5 കിലോ അരി എന്നാണ് പറയുക. 5 കിലോ ഓഫ് റൈസ് എന്നാണ് അല്ലേ? അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പ്ലൂരൽ ആക്കാം. അങ്ങനെ നമ്മൾ അതിന് മെഷർമെൻറ്റ് കൊടുത്തിട്ടാണ് പ്ലൂരൽ ആക്കുന്നത്. അതായത് 2 ബോട്ടിൽ ഓഫ് വാട്ടർ, 1 ബോട്ടിൽ ഓഫ് വാട്ടർ, അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അതിനെ പ്ലൂരൽ ആക്കുന്നത്. അല്ലാതെ ആ നൗണിന് എന്തെയില്ല, വാട്ടേഴ്സ് അങ്ങനെ വരില്ല. ഓക്കെ, അപ്പോൾ ഈ അൺകൗണ്ടബിൾ നൗൺസിനെ നമ്മൾ പ്ലൂരൽ ആക്കുന്നത് എങ്ങനെയാണ്? 2 ബോട്ടിൽ ഓഫ് വാട്ടർ, 3 ബോട്ടിൽ ഓഫ് വാട്ടർ, ഇത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, അങ്ങനെ ആകുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? കൗണ്ടബിൾ മീൻസ് നൗണായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൺകൗണ്ടബിൾ നൗണായ വാട്ടർ, ഓക്കെ, ഒരു എക്സാമ്പിളാണത്. അൺകൗണ്ടബിൾ നൗണിൻ്റെ എക്സാമ്പിൾ. ഇതിൻ്റെ മുന്നിൽ എന്ത് യൂസ് ചെയ്യും? ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താ യൂസ് ചെയ്യുന്നത്? ദ എന്ന് പറയുന്ന ഡെഫിനറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. ദ വാട്ടർ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? ആർട്ടിക്കിൾസ് ഏതാണ്? എ ആൻഡ് ദ ആണ്. 3 ആർട്ടിക്കിൾസ് ആണ്. 2 ഇൻഡെഫിനിറ്റും ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണ്. സോ ദ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ദ വാട്ടർ എന്ന് കണ്ടിട്ട്, ഫ്യൂവൽ, ദ വാട്ടർ എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തോന്നാൻ പാടില്ല. അതെന്താണ്? കറക്റ്റ് ആണ്. കാരണം വാട്ടർ ഇസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗണിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഓക്കെ, പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യില്ല. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അൺകൗണ്ടബിൾ നൗണിൻ്റെ മുൻപ് യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ ക്ലാസ്, ഇത്ര തന്നെയുള്ളൂ. അപ്പം ഇത് ബേസിക് ക്ലാസ് ആണ്, ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. അതായത് ഒട്ടും ബേസിക്സ് അറിയാത്തവർ, ആർട്ടിക്കിൾസിൻ്റെ ഒരു ബേസിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും എടുത്ത് പഠിക്കും. ഓക്കെ, അതായത് എ
ആൻഡ് ദ. അപ്പോൾ എയുടെ പല യൂസസ് ഞാൻ പറഞ്ഞു. എ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സിംഗുലർ നൗണിൻ്റെ മുൻപാണ് യൂസ് ചെയ്യുന്നത്, അതായത് കോൺസണൻറ്റ് വേർഡ്സിൻ്റെ മുൻപാണ് യൂസ് ചെയ്യുന്നത്. അതിന് തന്നെ യൂസ് ചെയ്യുന്ന പല റൂൾസ്, അതേപോലെ എയുടെ പല 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 യൂസസ്, ഒരു 5 യൂസസ് ഒക്കെ വരും, അല്ലെങ്കിൽ ഇത് 5 റൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ആൻ യൂസ് ചെയ്യുന്നത് എക്സെപ്ഷൻ കേസസ് അല്ലെങ്കിൽ ആനിൻ്റെ റൂൾസ് ആണ്. ഓക്കെ, അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ടേംസ് ഒക്കെ ഉണ്ടാവും, MLA, MBA. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുൻപ് എ യൂസ് ചെയ്യണോ ആൻ യൂസ് ചെയ്യണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ദാടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബൈബിൾ, അതേപോലെ ചില കൺട്രീസ്, എന്താ പറയുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതേപോലെ ഹിമാലയ. ഓക്കെ, അതിൻ്റെയൊക്കെ മുമ്പിൽ ദ യൂസ് ചെയ്യുന്നത് കറക്റ്റാണോ തെറ്റാണോ? ഓക്കെ, അതേപോലെ എന്താണ് പുവർ റിച്ച് എന്നൊക്കെ പറയില്ലേ, പുവർ റിച്ചിൻ്റെ ഒക്കെ മുൻപിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? അതേപോലെ ഫസ്റ്റ് തേർഡ് എന്നൊക്കെ പറയുന്ന ടേംസ്, ഫസ്റ്റ് തേർഡ്, ഇതിൻ്റെയൊക്കെ മുമ്പ് ദ യൂസ് ചെയ്യുമോ അതോ യൂസ് ചെയ്യില്ലേ? അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ റൂൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കൂടുതലും എറർ സ്പോട്ടിങ്ങിൽ എന്താണ് ഒരു സെൻറ്റൻസ് കാണുമ്പം, ഇപ്പം ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ദ പുവർ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കറക്റ്റാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ഇത് 3 റൂൾസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് വിത്ത് എക്സാമ്പിൾസ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈവൻ അത് എന്താ പറയുക, ഈ ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ്സൊക്കെ, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഈവൻ വേറെ ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടി, ഇപ്പോൾ PSC പോലെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്. കാരണം അവർക്കും എന്തായിരിക്കും, യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ആർട്ടിക്കിൾസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ എ ആൻഡ് ദ, അതിൻ്റെ യൂസസും എക്സാമ്പിൾസും വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനലിൽ CWJ മലയാളം ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ, മാത്സ് ആണെങ്കിൽ, റീസണിങ് ആണെങ്കിൽ, മോക്ക് ടെസ്റ്റ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, എല്ലാ ദിവസവും നിങ്ങൾ കാണുക, എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Okay, so thanks for watching. So keep supporting us. So this is Deepthi signing off from Crack with Jack Malayalam channel. Bye.